കർത്താവ് സഹായിച്ചല്ലോ. നാം ഈ വചന പഠനത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തെ ആധാരമാക്കി ചിന്തിക്കാനാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാരംഭമായി വായിച്ചു തുടങ്ങുന്ന ഒരു പുസ്തകമാണ്. ആരോട് നമ്മൾ സുവിശേഷം പറഞ്ഞാലും മറ്റേത് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാരംഭത്തിൽ അവരോട് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുവാനാണ് അവരോട് നാം ആവശ്യപ്പെടാറുള്ളത്. നമുക്കറിയാം, ഈ മത്തായി സുവിശേഷമൊക്കെ വായിച്ചാൽ പ്രാരംഭത്തിൽ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ദൈവം നാല് സുവിശേഷകരെയാണ് ഈ പുസ്തകം ലഭിക്കപ്പെടുവാൻ ദൈവം അനുവാദം കൊടുത്തത്. അത് രഹസ്യ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ആയതുകൊണ്ടാണ് 4 പേർ മാത്രം ജയിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ രാജാവായും മനുഷ്യപുത്രനായും അതുപോലെ ദാസനായും ദൈവത്തിനായും ചിത്രീകരിക്കാൻ വേണ്ടിയാണ് 4 സുവിശേഷങ്ങൾ ദൈവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൽ യേശുവിന്റെ കഴുകുമുഖം അഥവാ ക്രിസ്തു യേശുവിന്റെ ഉയർന്നു വന്ന ദൈവത്തിനെ വെളിപ്പെടുത്തുവാനുള്ള ഒരു പുസ്തകമായിട്ടാണ് ഈ ദൈവജനം ഇതിൻ്റെ അകത്ത് ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് ദൈവത്തിനായിരിക്കുമ്പോൾ ഈ തിരുവചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധ വെളിപ്പെടുത്തണം. പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കണമേ എന്ന് വിശേഷാത്മികൻ കൂടി ഓർപ്പിക്കണം. യോഹന്നാൻ സുവിശേഷം അത് പേരുകൊണ്ട് തന്നെ യോഹന്നാനാണ് എഴുതിയെന്ന് ഇപ്പം അറിയാം. യേശുവിന്റെ ഒരു ശിഷ്യനും 12 ശിഷ്യന്മാരിൽ ഒരുവനും യാക്കോബിന്റെ സഹോദരനും ആണ് ഈ യോഹന്നാൻ. അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥകാരനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമുക്ക് പൊതുവെ എല്ലാ ശിഷ്യന്മാരെ കുറിച്ചുള്ള പഠനം നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും യേശു വിളിച്ച ശിഷ്യന്മാരിൽ പ്രത്യേകതയുള്ളവരായിരുന്നു. അതൊക്കെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഈ യോഹന്നാൻ എന്നുള്ളത് ദൈവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സെബദിയുടെ ഇളയ പുത്രനും അപ്പോസ്തലനായ യാക്കോബിന്റെ സഹോദരനുമാണ് ഈ എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ എന്നാണ് നമുക്ക് പ്രഥമമായി കാണാൻ സാധിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ശലോമ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിത്വം യോഹന്നാന്റെ അമ്മയാകും, സബദിയുടെ അമ്മയാകും. സബദിയുടെ ഭാര്യയും യാക്കോബിന്റെയും അതുപോലെ യോഹന്നാന്റെയും അമ്മയാകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ കുടുംബം സമ്പന്നമായിരുന്നു. ദരിദ്രമായ കുടുംബമായിരുന്നില്ല യോഹന്നാന്റെ കുടുംബം. കാരണം സബദിക്ക് സ്വന്തമായി പടകും വലയും മത്സ്യബന്ധനത്തിന് കൂലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന മീൻപിടുത്തക്കാർ എന്ന് വിചാരിക്കുമ്പോൾ ഒന്നുമില്ലാത്തവരാണ്, ദരിദ്രരാണെന്നൊക്കെ ചിന്തിക്കുമെങ്കിലും അങ്ങനെയല്ല. യോഹന്നാൻ ഉന്നതമായിരിക്കുന്ന സമ്പന്നമായിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് യോഹന്നാൻ എന്നാണ് ദൈവം വ്യക്തം നൽകുന്നത്. അന്നത്തെ കാലത്ത് പടകും വലയും മത്സ്യബന്ധനത്തിന് കൂലിക്കാരും ഒക്കെ ഉണ്ടായിരുന്ന യോഹന്നാനെ കുറിച്ചാണ് മർക്കോസ് 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കുന്നത് നമുക്ക് പലപ്പോഴും ചിന്താഗതികൾ ഒന്ന് വിപുലപ്പെടുന്നത് നന്നായിരിക്കും. നമ്മൾ വിചാരിക്കും മീൻപിടുത്തക്കാരല്ലേ, ഒന്നുമില്ലാത്തവരല്ലേ, സാധാരണക്കാരാണെന്ന് ചിന്തിക്കുമെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് നമ്മൾ യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 19 വാക്യങ്ങൾ വായിക്കുന്നു. ഉടനെ അവർ വലവിട്ടവനെ അനുഗമിച്ച് അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു.
ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരുടെ കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഇതിൽ നിന്ന് യോഹന്നാൻ സെബദിയുടെ മകനും യാക്കോബിന്റെ സഹോദരനും ഇവര് 3 പേരും കൂടി ഈ വളം നന്നാക്കുന്ന അവരുടെ വേലക്കാരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു അവരെ വിളിക്കുന്നത്. ആ സമ്പന്നതയെല്ലാം വിട്ട് യേശുവിന്റെ വിളിയുടെ ആഴത്തിൽ അവർ ആകർഷിക്കപ്പെടുകയും അവര് അപ്പനെ വേലക്കാരുടെ കൂടെ വിട്ടിട്ട് അവർ യേശുവിന്റെ പിന്നാലെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിനായി വേർതിരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇവർ സമ്പന്നരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ അന്നത്തെ കാലത്തെ കയ്യാഫാവുമായിട്ട് നല്ല ഒരു ബന്ധമുള്ള പരിചിതനായിരുന്നു ഈ യോഹന്നാൻ എന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ പറഞ്ഞു. അവരുടനായ കയ്യാഫാവിന്റെ പരിചിതനായിരുന്നു യോഹന്നാൻ. അപ്പോൾ സാമ്പത്തികപരമായിട്ടും ആത്മീയപരമായിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലുള്ള ബന്ധത്തിൽ അന്നത്തെ മഹാപുരോഹിതനോടുള്ള കയ്യാഫാവിന്റെ പരിചിതനായിരുന്നു. യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച യോഹന്നാൻ സ്ഥാനക്കാരായിരുന്നില്ല. അന്നത്തെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ സമൂഹത്തിൽ അറിയപ്പെടുന്ന മാന്യതയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു യേശുവിന്റെ പിന്നാലെ വേദനിക്കപ്പെട്ടവർ. എന്നാൽ അവരൊക്കെ കാത്തിരുന്നത് ദൈവവചനത്തെ നിവൃത്തിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ പ്രവചനങ്ങൾ നിവൃത്തിയിരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഇത്തരം ചെറുപ്പക്കാരിലേക്ക് ദൈവത്തിന്റെ ആകർഷണം ഉണ്ടാകുവാൻ ഇടയാത്തുന്നത്. ഏത് കാലഘട്ടത്തിലും ദൈവവചനത്തെ അത് നിറവേറപ്പെടുമെന്ന് കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ പ്രവൃത്തിയുടെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കാറുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ കൂടുതൽ യോഹന്നാന്റെ കാര്യങ്ങളെ കുറിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങൾ യോഹന്നാനെ സംബന്ധിച്ച് പറയാനുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്നു. യേശുവിന്റെ പ്രത്യേക ശുശ്രൂഷകളിൽ സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനുമാണ് പ്രത്യേക ശുശ്രൂഷകളിലൊക്കെ ഉണ്ടായിരുന്നത്. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും മറുരൂപമലയിലെ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനകളൊക്കെ ഈ യോഹന്നാന്റെ സാന്നിധ്യം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാറ്റിലും ഉപരി കർത്താവിനെ സർവമഹത്വത്തിൽ ദർശിപ്പാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരുവനായിരുന്നു. പത്മോസിൽ ഏകനായി അവനായിരിക്കുമ്പോൾ യേശുവിനെ ദർശിച്ചവരോടെ കാണാൻ ഇടയാക്കുന്നത്. യേശുവിനെ കണ്ടതിൽ അവന്റെ ശുശ്രൂഷ, മരണം, യേശുവിന്റെ പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവയ്ക്കെല്ലാം മറ്റ് ശിഷ്യന്മാർ സാക്ഷ്യം വഹിച്ചുവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മഹത്വപൂർണനായി സഭയുടെ നാഥനായി അവന് ദർശനത്തിൽ ആത്മവിശുദ്ധി വെളിപ്പെട്ട് കിട്ടിയത് പത്മോസിൽ വെച്ച് യോഹന്നാനായിരുന്നു. ആ ഭാഗ്യം അവന് ലഭിച്ചത്. കൊണ്ടാണ് ഞാൻ വരുവോളം വന്നിരിക്കണമെന്ന് എനിക്കുണ്ട്. നിനക്കത് എന്ത് എന്ന് പത്രോസ് ചോദിക്കാനുള്ള യോഹന്നാന്റെ സുവിശേഷം 21-22 വാക്യങ്ങൾ കാണുന്ന ആ വചനമാണ് അവിടെ നിവർത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു പുനരുത്ഥാനം ചെയ്ത ശേഷമായി AD 95 അല്ലെങ്കിൽ ഏകദേശം 80-90 കാലഘട്ടങ്ങളിലാണ് ഈ റൊമീഷിന്റെ കാലത്താണ് അദ്ദേഹം 95-ലാണ് പത്മോസിലേക്ക് അറിയപ്പെട്ടോട്ടിടയാക്കുന്നത്. എന്നാൽ 95-ൽ ചരിത്രം പറയുന്നത്, വേദപണ്ഡിതന്മാർ പറയുന്നത്, തിളച്ച എണ്ണയിൽ ഇട്ടുവെങ്കിലും അത്ഭുതകരമായി യോഹന്നാൻ അവിടുന്ന് രക്ഷപ്പെടുകയും അത് മുഖാന്തരമായി അവനെ ഉടനാട് കടത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. ഏതായാലും പത്മോസിൽ അവൻ ഏകാന്തവാസത്തിലായിരുന്നു, നാടുകടത്തപ്പെട്ടവനായിരുന്നു എന്നുള്ളതിന്റെ വെളിപ്പാട് പുസ്തകം നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഇതാണ് യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുയേശുവിനോട് ഇറങ്ങിത്തിരിച്ച എല്ലാ മേഖലകളിലും യേശുവിനോട് കൂടെ നടന്നവനായിരുന്നു. നിരവധി പ്രത്യേകതകൾ യോഹന്നാനുണ്ട്. യേശുവിന്റെ അവസാനത്തോളം അനുഗമിച്ചുള്ളത് ക്രിസ്തു ബന്ധിതനായി പോകുന്ന സമയത്ത് അവനെ അനുഗമിച്ച പത്രോസും യോഹന്നാനും ഉണ്ടായിരുന്നു. ലൂക്കോസ് 22-ാം വാക്യം.
കയ്യപ്പാന്റെ പരിചിതനായിരുന്നു. അതുകൊണ്ട് നടുമുറ്റത്ത് കയറാൻ അവൻ സാധിച്ചു. യോഹന്നാൻ 18:15-16. ക്രൂശീകരണ സമയത്തുണ്ടായിരുന്ന ഏക ശിഷ്യൻ യോഹന്നാനായിരുന്നു. അവനെയാണ് യേശുവിന്റെ അമ്മ മറിയയെ ഏൽപ്പിച്ചത്. യോഹന്നാൻ 16-20-21 വാക്യങ്ങൾ. കല്ലറയ്ക്കൽ ഓടിയെത്തിയ ആദ്യ ശിഷ്യന്മാരിൽ ഒരുവൻ യോഹന്നാനായിരുന്നു. യെരൂശലേമിലെ ശുശ്രൂഷയോട് ബന്ധത്തിൽ മർക്കോസിന്റെ മാളികകളിൽ ഇരുന്നവരിൽ ഈ യോഹന്നാൻ ഉൾപ്പെടെയുള്ള 12 ശിഷ്യന്മാരും അവരുടെ ചാർച്ചക്കാരും അടങ്ങുന്ന ഒരു കൂട്ടമാണ് അന്ന് കാത്തിരുന്നത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അതിവിടെ പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ശിഷ്യന്മാർക്ക് മറിയ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പറഞ്ഞെങ്കിലും നമുക്കത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊന്നക്കാലത്ത് മറിയ ഉൾപ്പെടെ യേശുവിന്റെ ശരീരം അന്വേഷിച്ചാണെന്ന ശലോമ, അങ്ങനെ പേര് പറയപ്പെട്ട എല്ലാ വ്യക്തികളും അന്ന് യെരൂശലേമിലെ മർക്കോസിന്റെ മാളികകളിൽ ഉണ്ടായിരുന്നു. മറ്റൊന്നക്കാലത്ത് മറിയ ഉൾപ്പെടെ ഉള്ളവർ യേശുവിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഇവരെല്ലാവരും കൂടിയാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നത്. അതിൽ ഇവരെല്ലാം ഉൾപ്പെട്ടിരുന്നു. അതിൽ ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടത് പിന്നീട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനുമായിരുന്നു എന്നാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങൾ രചിപ്പാനുള്ള ഭാഗ്യം യോഹന്നാൻ ലഭിച്ചിട്ടുണ്ട്. അതില് പ്രാരംഭ പുസ്തകമാണ് എഫെസോസിൽ വെച്ച് എഴുതി എന്ന് വിശ്വസിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം. 3 ലേഖനങ്ങൾ. അതിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായങ്ങളാണുള്ളത്. ആകെ വാക്യങ്ങൾ 878 വാക്യങ്ങളാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ഉള്ളത്. അടുത്തുള്ള കാലഘട്ടത്തിലെ രചിക്കപ്പെട്ടിരിക്കുന്ന 878 വാക്യങ്ങളുള്ള 21 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകവും അതുപോലെ തിരുവചനത്തിലെ 43-ാമത്തെ പുസ്തകവുമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. യോഹന്നാൻ എഴുതിയ ആകെ അധ്യായങ്ങൾ 51 അധ്യായങ്ങളാണ്. വേദപുസ്തകത്തിൽ യോഹന്നാൻ രചിക്കപ്പെട്ടിരുന്ന 51 അധ്യായങ്ങളാണ്. ഇത് സുവിശേഷത്തിൽ 21 അധ്യായങ്ങൾ, 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായങ്ങൾ, 2, 3 ലേഖനങ്ങൾ ഓരോ അധ്യായം വീതം, വെളിപ്പാട് 22 അധ്യായങ്ങൾ, അങ്ങനെ 51 അധ്യായങ്ങളാണ് യോഹന്നാൻ എന്ന അപ്പോസ്തലൻ 5 പുസ്തകങ്ങളായി പുതിയ നിയമത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് യോഹന്നാൻ എന്ന യേശു സ്നേഹിച്ച ശിഷ്യനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഒരു സംരക്ഷിത രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ യോഹന്നാനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ആവശ്യമില്ലെങ്കിലും അവൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ഈ പഠനത്തിൽ ധാരണ ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അവന്റെ ഹിസ്റ്ററി, അവൻ ആരാണെന്ന് എന്നുള്ളത് എല്ലാ പുസ്തകങ്ങളും രേഖപ്പെടുത്താം. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ആരുടെയും രചനകളല്ല, പരിശുദ്ധാത്മാവ് പ്രേരിതമായതുകൊണ്ടാണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ അങ്ങനെ പുസ്തകത്തിന് ആമുഖങ്ങളായി എഴുതിയിട്ടില്ലാതെ. എന്നാൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ദൈവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതും ചരിത്രമായ കാര്യങ്ങളെയും ചിന്തിച്ചാണെന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക്, എന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ പശ്ചാത്തലം, ഗ്രന്ഥകാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ കാതലായ മർമ്മം. അതിൽ ഈ 21 അധ്യായങ്ങളിൽ യേശുവിനെ എങ്ങനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ വരച്ചു കാട്ടിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിപ്പാനാണ് നാം കൂടുതൽ സമയം എടുക്കുന്നത്. അതിലേക്കാണ് നാം തുടർന്ന് പ്രവേശിക്കുന്നത്. ഇവിടെ ഈ വചനത്തിന്റെ പ്രാരംഭ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. നമുക്ക് വേദപുസ്തകത്തിന്റെ തുടക്കത്തിലെ ആരംഭം ആദിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ആദി കാണാൻ സാധിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ വേദപുസ്തകം തുടക്കമിടുന്നത് ആദിയിൽ എന്നുള്ള, ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആ വാദിയിൽ എന്നുള്ള അതേ വചനം ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം ആരാകുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലെ ദൈവം ആരാകുന്നു എന്നുള്ളത് വചനമാകുന്ന ദൈവമാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ആദിയിൽ എന്നുള്ള ആ സംബോധനയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന പ്രധാന വസ്തുത. ദൈവത്വത്തെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആദിയിൽ നിന്നുള്ള പ്രധാന ചില കാര്യങ്ങൾ നമുക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. 1, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് വചനമാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. 3, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദിയിൽ നമ്മുടെ എന്ന മേൽ പകർന്ന ആത്മാവ്. പരിശുദ്ധമാവിനെ കുറിച്ച്, പരിശുദ്ധമാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് രേഖപ്പെടുത്തി അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. പഠനത്തിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 3 ആദിയിൽ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ഉൽപ്പത്തി പുസ്തക പഠനത്തിൽ ആദിയിൽ ഉള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദിയിൽ എന്നുള്ളത് പറഞ്ഞതിന്റെ അർത്ഥം അതിൽ വചനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഏത് സൃഷ്ടിയുടെയും ആരംഭത്തെങ്കിൽ വചനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗത്ത് നമ്മള് കൊലോസ്യർക്ക് എഴുതിയ 1-ാം അധ്യായം ആയിട്ട് വളരെ ബന്ധമുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് ഇതിന് നമുക്ക് കുറച്ചും കൂടെ വ്യക്തത നമുക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. വേദപുസ്തക പഠനം എന്ന് പറയുമ്പോൾ അവിടെ ചിതറപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ ഏകോപിച്ച് ചിന്തിക്കുന്നതാണ് തിരുവചന പഠനം. നമ്മളതിന് വേറെ പുസ്തകങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ കിട്ടിയിരിക്കുന്ന തിരുവചനമാണ്. പിന്നെ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് മറ്റുള്ള പുസ്തകങ്ങളെ ആശ്രയിക്കുകയും ചെയ്യാം. എന്നാൽ സാധാരണ ഒരു വിശ്വാസിക്ക് പഠിക്കാനായിട്ടുള്ള ചിന്തകൾ നമുക്ക് ആവശ്യമായിരിക്കും ദൈവത്തിലെ വാക്യങ്ങളെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഈ പുസ്തകത്തിൽ മാത്രം നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ, മറ്റുള്ള പുസ്തകങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ ഇതിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ ക്രിസ്തുവിനെ സംബന്ധമായ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഇതോടെ ബന്ധത്തിൽ നമ്മൾ ഇപ്പോൾ ചിന്തിച്ച ആദിയിൽ ഉള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലന് സംബന്ധമായി വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. അത് പ്രകാരമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ 15 മുതൽ 17 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനമാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പോൾ ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു എന്നതിന്റെ അർത്ഥം യേശു സൃഷ്ടി എന്നല്ല, ആദിയിൽ യേശുവിനെ സൃഷ്ടിച്ചു എന്നല്ല. എല്ലാ സൃഷ്ടികൾക്കും ഒരു ആരംഭമുണ്ട്, അവസാനമുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും ആരംഭമുണ്ടെങ്കിൽ, സകലത്തിനും ആരംഭമുണ്ടെങ്കിൽ ആ സൃഷ്ടികളെല്ലാം ക്രിസ്തുവിൽ മുഖാന്തരമാണ്, വചനമാകുന്ന ക്രിസ്തു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ യേശുവിനെ വചനമാൻ ദൈവത്തെ അത് സൃഷ്ടിച്ചു എന്നുള്ളതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആദിയിൽ വചനമുണ്ടായിരുന്നു പറയുമ്പോൾ
വചനത്തെ ദൈവം സൃഷ്ടിക്കുന്നില്ല. പിതാവാം ദൈവം അനാദിയായി സ്വർഗീയ ദൈവം എന്നുള്ളത് ജീവന്റെ ഉറവിടമാണ്. അനാദിയായ ശാശ്വതം എന്നേക്ക് ദൈവമാണ്. അവൻ എന്നേക്ക് നിത്യനായതുപോലെ അവന്റെ വാക്കുകളും അവന്റെ ചിന്തകളും എന്നേക്കുമുള്ളതാണ്. പ്രവൃത്തി എന്നേക്കുകൊണ്ടാണ് ദൈവിക തത്വത്തിന് ആരംഭവസാനമില്ലാത്തത്. അതൊരിക്കലും സ്വയംഭൂവായിട്ടുള്ളതല്ല. ചിലപ്പോൾ ചിന്തിച്ചു വെക്കുന്നത് ദൈവം സ്വയം പൂജാത. അങ്ങനെയല്ല. പൂജാത സ്വയംഭൂവല്ല. അങ്ങനെ ജനിച്ചുവെങ്കിൽ ദൈവമല്ല. ആരംഭവും അവസാനം ഇല്ലാത്തതാണ് ദൈവം. അനാദിയായും ശാശ്വതമായും എന്നേക്കുമുണ്ടാകുന്നത്. നമ്മുടെ ദൈവം ഒരിക്കലും സ്വയംഭൂവായിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം ഏതൊരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വയംഭൂവായിട്ടുള്ളതല്ല. ഏത് കാലഘട്ടവും അവന് ആദിയില്ല, അന്തമില്ല, അവസാനമില്ലാത്ത അല്പമേകയും എല്ലാറ്റ ആരംഭ അവസാനമാണ്. ഇപ്പം വെളിപ്പാട് 3-ാം അധ്യായത്തിലും ഈ കൊലോസ്യർക്ക് എഴുതിയ പറഞ്ഞിരിക്കുന്ന അതേ കാര്യത്തെ ലവോദിക്യ സഭയുടെ ബന്ധത്തിൽ എന്താണ് ഈ സൃഷ്ടിയുടെ ആരംഭത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ലവോദിക്കിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ ഏത് സൃഷ്ടിയുടെയും ആരംഭമായിരിക്കുന്ന വചനമാണ്. കൊലോസ്യർ ലേഖനത്തിൽ അതിനെ പറയുന്നത്. അവൻ മുഖാന്തരമാണ് സകലം ഉളവാക്കപ്പെട്ടിട്ടുള്ളത്. അവൻ മുഖാന്തരം സൃഷ്ടിച്ചവൻ മുഖാന്തരം അവനായി സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകും. സർവസൃഷ്ടിക്കും ആദിജാതൻ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം സർവസൃഷ്ടികളും സൃഷ്ടിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. നമുക്കറിയാം ആദിജാതന്മാരുടെ സഭയുള്ള ബന്ധത്തിലും യേശു ക്രിസ്തു മുഖാന്തരമാണ് ആദിജാതന്മാരുടെ സഭ ഉടലെടുക്കുവാനിടയാക്കുന്നത്. അപ്പോൾ എല്ലാ സൃഷ്ടികളുടെയും ആരംഭം ക്രിസ്തുവാണ്. വചനത്താലാണ് ഉളവാകൽ. പിതാവാം ദൈവം ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ആമേൻ എന്ന് പറയുന്ന അനുസരണത്തിന്റെ ആണ് ഈ പുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാതെ ദൈവത്തിന് മാതാവില്ല. യേശുക്രിസ്തു മകൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരിക്കലും പിതാവ് പുത്രൻ പരിശ്രമം എന്ന് പറയുമ്പോൾ 3 വ്യത്യസ്തമായിട്ടുള്ള നിലവാരങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് ദൈവം അത് ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവം സംസാരിക്കുന്ന ശബ്ദമുള്ളവനാണ്. അവന്റെ ശബ്ദത്തിന് അത് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ വചനമാം ദൈവം പിതാവാം ദൈവത്തിന്റെ ആലോചന ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ അതിന് പിമ്പിൽ ഉളവാക്കുന്ന അനുസരണത്തിന്റെ അതാണ് പിതാവ് പുത്രനുള്ള ബന്ധമായി. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ അനുസരണം പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്, അനുസരണമാണ്. ആ ഒരു ബന്ധത്തിലാണ് പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും അനുസരണത്തോടുള്ള ബന്ധം വെളിപ്പെടുത്തിയത്, അതല്ലാതെ മറ്റൊരു രീതിയിലല്ല. അപ്പോൾ അതിൽ കർത്തൃത്വം നടത്തി അതിനെ നിവൃത്തിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവാം ദൈവം. അപ്പൊ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാം ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്വം എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിന്റെ ആലോചന, ആത്മാവാം ദൈവത്തിന്റെ ആലോചന, ആത്മാവാം ദൈവത്തിന്റെ വചനം, ആത്മാവാം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നിയന്ത്രണം. ഇതാണ് ഈ ദൈവിക തത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക മാർഗം. അതേക്കുറിച്ചാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു എന്നുള്ളത് സാക്ഷീകരിച്ചുകൊണ്ട് യോഹന്നാൻ യേശുവിനെ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ്, സാക്ഷാൽ ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ പിതാവാം ദൈവത്തിന്റെ പുത്രനായി ഭൂമിയിൽ അനുസരണമുള്ളവനായി ലോകത്തിൽ വന്നത് സകല സൃഷ്ടിക്കും ആദിജാതനായി തീരേണ്ടത്. അഥവാ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ട ദൈവത്തോട് സിംഹാസനിപ്പാനുള്ള ആദിജാതന്മാരുടെ സഭയെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിൽ ദൈവത്തിനായി വന്നു. ഭൂമിയുടെ സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയുടെയും ഉദ്ദേശം അത് വലിയ പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. ഈ തിരുവചനത്തിൽ ദൈവമക്കളുടെ പ്രത്യേകതകളും ദൈവവചനത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചുമുള്ള ചിന്തകൾ
നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ സകലതും അവൻ മുഖാന്തരമായി അവനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? ക്രിസ്തുവിലോട് ചേരുന്ന അവന്റെ ആദിജാതന്മാരുടെ സഭയെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇത് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ സൃഷ്ടികളും, സകല സൃഷ്ടികളുടെയും ഉദ്ദേശം, ഭൂമിയുള്ള ബന്ധത്തിൽ ഉള്ള സകല സൃഷ്ടികളുടെയുള്ള ബന്ധത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം സകല സൃഷ്ടികളുടെയും പ്രധാന ഉദ്ദേശം അവൻ സകലത്തിനും ആദ്യജാതനാകേണ്ടതിന് വേണ്ടി. അപ്പോൾ ഭൂമിയിൽ നിന്ന് ആദ്യജാതന്മാരുടെ സഭയെ ഒരുക്കിയെടുത്ത് ദൈവത്തോടു കൂടി ഇരുത്തുന്ന, ദൈവത്തോടു കൂടി ഒന്നാക്കി ചേർക്കുവാനുള്ള വലിയ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്നാൽ ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യർക്കെല്ലാം ഈ ഒരു ജ്ഞാനം ലഭിക്കുന്നില്ല. അത് ലഭിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എല്ലാവരും പരിജ്ഞാനം അറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആയുഷ്കാലം ഇപ്പോൾ നമുക്ക് നോക്കുന്നത് വളരെ ചുരുക്കമായ കാലമേ ഉള്ളൂ. 70, 80 അല്ലെങ്കിൽ 100 വയസ്സിനുള്ളിൽ മാക്സിമം 120 വയസ്സ് വരെയാണ് ഇപ്പോഴത്തെ ആയുസിനെ കുറിച്ച് ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന. വൃക്ഷത്തിന്റെ ആയുസായിരുന്നു ആദമിക പാപം മുഖാന്തരമുള്ള വന്ന പുരാതന ലോകത്തുള്ള മനുഷ്യർക്കുണ്ടായിരുന്നു. അതിലിപ്പോൾ ആയുസ് കുറഞ്ഞ് 80-90 ആണെങ്കിൽ ആ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ വീണ്ടും മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന് തുല്യമായിട്ടുള്ള 1000 വർഷം വരെയൊക്കെയുള്ള ആയുസിലേക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയത്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്നത് അവനോട് ചേരുവാനുള്ള ആദ്യജാതന്മാരുടെ സഭയെ ഒഴിവാക്കിയെടുക്കുക എന്ന ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്. യേശു അനുസരണമുള്ള ദൈവപുത്രനായി വചനമാം ദൈവം ലോകത്തിൽ വന്നത് നമ്മെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന മൂല്യം, ഏറ്റവും നാം അറിഞ്ഞിരിക്കേണ്ട കാതലായ വിഷയം ഇതാണ്. ഇതിനു വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഇതിനോടൊന്ന് അനുബന്ധമാക്കാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. വചനമാം ദൈവത്താൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ചെങ്കിൽ വചനം ജഡമായി തീർന്ന ഈ ലോകത്തെ വരുവാൻ കാരണമായിരുന്ന എന്തിനു വേണ്ടിയാണ്? അവനോട് സദസ്യന്മാരായി തീരുന്ന അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ, സ്വർഗീയ സിംഹാസനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ ജഡത്തിൽ വരുവാനിടയാക്കുന്നത്. നമ്മെ പോലെ ജഡത്തിൽ യേശു വന്നത് നാം അവനോട് സദസ്യന്മാരായി തീരുവാൻ വേണ്ടിയാണ്. അപ്പോൾ അവനോട് സദസ്യന്മാരായി തീരാൻ വേണ്ടി കേവലം വാക്കുകൊണ്ടല്ല കർത്താവ് അത് പറഞ്ഞത്. അങ്ങനെ ഒരു സൃഷ്ടി ഉളവാകട്ടെ എന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി കർത്താവ് കഷ്ടം സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. ഇതിനു വേണ്ടി യേശു മരിച്ചു, യേശു അടക്കപ്പെട്ട, യേശു ഇതിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. എന്താണ് സുവിശേഷം? സുവിശേഷത്തെ കുറിച്ച് ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷമെന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവന്റെ ജനനം, അവന്റെ മരണം, പുനരുത്ഥാനം എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യപാപത്തിൽ നിന്ന് ആദിമവംശത്തെ മോചിപ്പിച്ച് അവന് അനുരൂപമായിരിക്കുന്ന, അവനോട് അനുരൂപമായിരിക്കുന്നവരെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി, അവനോട് സദസ്യരാക്കി ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ്, വചനമായ ദൈവം, കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പരിശുദ്ധനായ ദൈവത്തിന്റെ പ്രതിമയായ ദൈവം ഈ ലോകത്തിൽ വന്നത് അവനോട് സദസ്യന്മാരായിരിക്കുന്നവരെ ഒരുക്കി സ്വർഗീയ സിംഹാസനത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആദത്തെ സൃഷ്ടിക്കുമ്പോൾ, അവയെ സൃഷ്ടിക്കുമ്പോൾ അവിടെ കൊണ്ട് മാത്രം, ഏതെങ്കിലും കൊണ്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു മനുഷ്യ ജീവിതമായിരുന്നില്ല ദൈവം കണ്ടിരുന്നത്. അവിടെ നിന്ന് അവരുടെ തലമുറയെ
പരാജയപ്പെട്ടവരിൽ നിന്ന് ജയാളികളാക്കി ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തണം. അതാണ് ദൈവ പദ്ധതി. ഈ ഒരു ലക്ഷ്യത്തോടെ വേണം ക്രിസ്ത്യ ജീവിതം വീക്ഷിക്കുവാൻ. ആ ഒരു കാഴ്ചപ്പാടോടെ വേണം ഇന്ന് ഈ ദൈവജനം കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു ദൗത്യം, പരമവിളിയുടെ ദർശനം നമ്മുടെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനു വേണ്ടി ജനിക്കപ്പെട്ടു? ഞാൻ എന്തിനു വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടു? ഞാൻ എന്തിനു വേണ്ടി വിശുദ്ധിയിൽ നയിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ജയാളിയായി നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, അത് ഒന്നിനു വേണ്ടിയാണ്, ദൈവത്തോട് ചേരുവാൻ വേണ്ടി, അവനോടുകൂടി ഒന്നായി ചേരുവാൻ വേണ്ടി, നിത്യനായ ദൈവത്തോടു കൂടെ അവനോട് സദസ്യന്മാരായി തീരുവാൻ വേണ്ടിയാണ് ദൈവം സുവിശേഷമായി ലോകത്തിൽ വരുവാൻ എത്തുന്നത്. അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് മർമ്മമായി കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശു ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ചത് ഭാവിയെ രക്ഷിച്ച് നിത്യജീവൻ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. നിത്യജീവന് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ആദമിന് ഹവ്വയ്ക്കും തലമുറ ഉണ്ടാകുവാൻ ദൈവം വെച്ചിരുന്നെങ്കിൽ നിത്യതയുടെ മക്കൾ ജനിക്കുമായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ജനത്തെയാണ് വേണ്ടിയിരുന്നെങ്കിൽ അങ്ങനെ നിത്യജീവന് വേണ്ടി ദൈവത്തെ ഒഴിവാക്കിയെടുക്കാമായിരുന്നു. എന്നാൽ നിത്യജീവന് വേണ്ടി മാത്രമല്ല, നിത്യജീവന ഉപരിയായി യേശുവിനോട് സദസ്യന്മാരായി തീർന്ന അവനോടുകൂടെ സിംഹാസനത്തിരിപ്പാനുള്ള അധികാരമുള്ള ദൈവമക്കളെ, ദൈവപുത്രന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് യേശുവിന്റെ സുവിശേഷം ലോകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്. പിതാവാം ദൈവത്തിന്റെ, പുത്രനാം ദൈവത്തിന്റെ, പരിശുദ്ധമാവാം ദൈവത്തിന്റെ സിംഹാസന സ്വർഗത്തിലുണ്ടോ? അപ്പോൾ ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി ആ സിംഹാസനം ഇരുത്തി നമ്മെ അവനോടുകൂടെ ഇരുത്തുന്ന മഹനീയമായിരിക്കുന്ന ഒരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനം. ലോകത്തിലെ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം താൽക്കാലികങ്ങളാണ്. ഇവിടുത്തെ സിംഹാസനങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത, ആർക്കും മാറ്റിക്കളയാൻ കഴിയാത്ത നിത്യ സിംഹാസനത്തിലുടമയായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയുള്ള സന്ദേശമാണ് സുവിശേഷത്തിന്റെ പരമവിളിയായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ദൈവജനം പഠിക്കുന്ന ആൾക്കാരെ എത്തിക്കണം, അവരെ അതിലേക്ക് നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ സുവിശേഷം പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഭൗമിക നേട്ടത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുമ്പോൾ, ദുരുപദേശങ്ങളിലേക്കും മറ്റുള്ളതിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിരാമം ഇട്ടുകൊണ്ട് എന്താണ് സുവിശേഷം, സുവിശേഷത്തിന്റെ അന്തമായിരിക്കുന്ന പ്രതിഫലം എന്താണ്, ഒരുവൻ ക്രിസ്തുവിൽ വന്നാൽ എന്തവന് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം ചിന്തിക്കുന്നത്. യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാരോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. അതാ പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ സിംഹാസനിരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുമെന്നോ, നിങ്ങൾക്ക് സമ്പത്ത് കിട്ടുമെന്നോ, വീട് കിട്ടുമെന്നോ, ഭവനം കിട്ടുമെന്നോ ഒന്നും അല്ല കർത്താവ് പറഞ്ഞത്. അതാ നിങ്ങൾ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും, ഞാൻ ഇരുന്നപോലെ നിങ്ങളും എന്നോടുകൂടി ഇരിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞതായ വാഗ്ദത്തങ്ങളിലെ പ്രഥമമായിട്ടുള്ളത് അവനോടുകൂടി ഇരിക്കാനുള്ള ഭാഗ്യമാണ്. ഇന്ന് ഈ തിരുവചനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം നിത്യജീവൻ എന്നതിനേക്കാൾ അപ്പുറമായി ദൈവം അനുവദിച്ചാൽ പരിജ്ഞാനപൂർത്തി പ്രാപിച്ച് നാം ആ പദവിയിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ക്ഷീണം ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ ഈ സന്ദേശം, ഈ പരിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ സമയങ്ങളിൽ അനേകർ പലതിനു വേണ്ടി ചിതറി പല ഉപദേശങ്ങളിലേക്ക് പോകുമ്പോൾ സത്യവചനത്തിന് നേരായിരിക്കുന്ന പാതയിലൂടെ ഒരു കൂട്ടം ജനത്തെ നടത്തി പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടു പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സത്യത്തെ സാക്ഷീകരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടിയാണ് ഈ തിരുവചന പഠനം ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ സുവിശേഷങ്ങളൊക്കെ നിരവധി തവണ കേട്ടിട്ടുള്ളവരാ, വായിച്ചിട്ടുള്ളവരാ, പഠിച്ചിട്ടുള്ളവരാ, പ്രസംഗം കേട്ടിട്ടുള്ളവരാ.
സംബന്ധമായിട്ട് നിരവധി ലേഖനങ്ങൾ, പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മെ ആക്കിയെടുക്കുവാൻ വേണ്ടിയാണ് സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്ന പരമപ്രധാനമായിരിക്കുന്ന സത്യം എന്താകുന്നു എന്നുള്ളത് ആത്മീയ ഗോളത്തിൽ ദൈവമക്കൾക്ക് വരച്ചു തന്നിരിക്കുന്ന വെളിപ്പെടുത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നാം ഈ തിരുവചനം ചിന്തിക്കുന്നത്. പ്രാരംഭ വചനങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ സന്ദേശമാണ്, ഈ വചനമാണ് യോഹന്നാൻ അതേ ആത്മാവിൽ കൊലസ്ത്രീകളുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഉളവായതിൽ ശ്രേഷ്ഠമായത് നമ്മളാണ്, മനുഷ്യനാണ്. അവന്റെ സ്വരൂപസാദൃശ്യത്തെ മനുഷ്യൻ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം മുഖാന്തരമായി നാം തെറ്റിപ്പോയി. പുറമെയുള്ള ശരീരത്തിന്റെ മാറ്റമല്ല, അകത്തെ മനുഷ്യൻ പൈശാചികനായി മാറി. അവനെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുവാൻ വേണ്ടി സ്നേഹത്തിന്റെ ദൈവം ലോകത്തിൽ മനുഷ്യവേഷത്തിൽ വന്നു പാപങ്ങളെ വഹിച്ച് പാപങ്ങളെ നീക്കി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ നൽകി സഭ സ്ഥാപിച്ചത് നമ്മെ അവനോട് സദസ്യന്മാരാക്കി തീർക്കാൻ വേണ്ടിയാണ്. ആ സന്ദേശത്തിന് അതിന്റെ ഉൾക്കാമ്പുകൾ ക്രിസ്തു ലോകത്തിൽ വന്നതും പ്രവർത്തിച്ചതും അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ദീർഘമായിരിക്കുന്ന വീക്ഷണം നൽകുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അവൻ വചനമായിരുന്നു, യേശു ദൈവമായിരുന്നു എന്നുള്ളതിന് ഒരു സംശയം കൂടാതെ സർവസൃഷ്ടിയുടെയും ആരംഭമായിരിക്കുന്ന ആമേൻ എന്നവൻ ദൈവമാണ്, അവൻ സകലത്തിനും മീതെയുള്ളവനാണ്, സർവശക്തനായ ദൈവമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ശക്തമായി ഈ പ്രാരംഭ വചനത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവം എന്ന് വളരെ വ്യക്തമായി ജയിച്ചിരിക്കുന്നതോ എന്ന രചനയോട് കൂടിയാണ് ഈ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തായാലും സുവിശേഷ യേശുവിനെ രാജകീയ ബന്ധത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ സന്തതിയായി അവന്റെ പല ജനന കാര്യങ്ങളെ രേഖപ്പെടുത്തി. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അതൊന്നും പറയാതെ തന്നെ ദാസനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തി, കാളയുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തി. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ആധുനിക വംശത്തോടുള്ള ബന്ധത്തിൽ അവന്റെ വംശാവലി കാണിച്ച് മനുഷ്യമുഖത്തെ വെളിപ്പെടുത്തി. കഴുകുമുഖത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിനുള്ള ബന്ധത്തിലാണ് യോഹന്നാൻ സുവിശേഷം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സിംഹമുഖം, രണ്ടാമത്തത് കാളമുഖം, മൂന്നാമത്തത് മനുഷ്യമുഖം, നാലാമത്തത് ഈ കഴുകുമുഖം. ഇതാണ് യഹസ്കേൽ പതിക്കുന്ന ക്രിസ്തുവിന്റെ 4 ഭാവങ്ങൾ. 4 ഭാവങ്ങൾ, ആ 4 ഭാവങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് 4 സുവിശേഷങ്ങൾ. അതിൽ ക്രിസ്തുവിനെ കഴുകുമുഖത്തോടുകൂടെ ബന്ധത്തിൽ അല്ലെങ്കിൽ യേശു ഉയർത്തുന്നു എന്ന ദൈവത്തുന്ന ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഇതിൽ ദൈവമായിരുന്നു എന്നുള്ള വ്യക്തതയോടുകൂടി ഒരു സംശയവും കൂടാതെ വളരെ വ്യക്തമായി വചനം ദൈവമായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ, ഈ വചനമാണ് ഈ ലോകത്തിൽ വന്നത്, ദൈവമാകുന്നു എന്ന് സാക്ഷീകരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വചനം ജഡമായി തീർന്നു, ഹൃദയ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവെന്ന് ഏകജാതനായ തേജസ്സാകേണ്ട 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിക്കാണ്. ഈ വാക്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ ഈ വചനം ജഡമായി തീർന്നവന് ക്രിസ്തു എന്നും അത് വചനം യേശുവാണെന്നും വളരെ വ്യക്തമായി ഈ യോഹന്നാൻ അപ്പോസ്തലൻ അവൻ രചിച്ചപ്പോൾ അവന്റെ തൂലിക ചലിച്ചത് ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ 1-ാം വചനത്തെ 1-ാം വാക്യം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കണം. യേശു ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സർവത്തിനും മീതെ എന്നേക്കും ദൈവമാണ് എന്നുള്ളത് വ്യക്തതയോടുകൂടി രചിച്ചിരിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. അവൻ
ജഡത്തിൽ വന്നു. ആ വചനം നിന്ന് മനസ്സിലായപ്പോൾ യേശു ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് ചിലർക്കൊക്കെ സംശയങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാകാം. യേശു ദൈവമല്ല എന്ന് ചിന്തിക്കുന്നതിന് പഠിപ്പിക്കുന്നവരൊക്കെയുണ്ട്. യേശു പ്രവാചകൻ എന്ന് പറയുന്നത്, യേശുവിനെ ദൈവമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശു ദൈവമല്ല എന്ന് വാദിക്കുമ്പോൾ ഇതിനർത്ഥം എന്താണ്? ഇതിനെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ മറിഞ്ഞിരിക്കുന്ന മർമ്മമാണ് മനസ്സിലാക്കി എടുക്കണം. അല്ലാതെ ഞാൻ ദൈവമാകുമെന്ന് യേശു ലോകത്ത് വരുന്ന പറയാതിരുന്നതിന്റെ കാരണം ആ സാഹചര്യത്തിൽ അവനത് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അവൻ വന്ന ഉദ്ദേശം അത് പൂർത്തീകരിക്കപ്പെടത്തില്ലായിരുന്നു. നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട കേസുകളൊക്കെ അന്വേഷിക്കാൻ പോകുന്ന CID-മാരുണ്ട്. അവരൊരു പക്ഷെ യാചകനായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. നോക്കുമ്പോൾ ഹോട്ടൽ ജോലിക്കാരനോ അല്ലെങ്കിൽ യാചകനായിട്ടൊക്കെ ആയിരിക്കും അവരോട് കാണാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിലുള്ള വ്യക്തിയാരാണ്? അദ്ദേഹം യാചകനല്ല. അദ്ദേഹം ഒരു നല്ലൊരു നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അവനൊരു യാചകനായിട്ടേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഭിക്ഷയാചിക്കണം അല്ലെങ്കിൽ പൈസ ചോദിക്കണം. അപ്പൊ അവിടെ അവന്റെ പദവിയെല്ലാം കാണിക്കാൻ കഴിയത്തില്ല. അവൻ പറയത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൗത്യം പോലും. അപ്പോൾ ലോകത്തിൽ യേശു വന്നപ്പോൾ ദൈവത്തിനാണെന്ന് പറയാതിരുന്നതിന്റെ കാരണം, പറയരുതെന്ന് പറയുന്നതിന്റെ കാരണം, ദൈവത്തിന് അറിഞ്ഞിരുന്നെങ്കിൽ ലോകത്തിലെ പ്രഭുക്കന്മാർ അവനെ ക്രൂശിക്കുകയില്ല. അങ്ങനെ ക്രൂശിച്ചില്ലായിരുന്നെങ്കിൽ, യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ സുവിശേഷങ്ങളിലോ ഒന്നും ദൈവമെന്ന് വ്യക്തമാക്കി വെളിപ്പെടുത്തി കൊടുക്കാറില്ല. എന്നാൽ മാർമികമായി യേശു ദൈവമാണെന്ന് അറിയിക്കേണ്ടവരെ അറിയിച്ചു വെളിപ്പെടുത്തി അതിൽ പ്രഥമമായിട്ട് വളരെ വ്യക്തമായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ എഴുതിയ സുവിശേഷത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ആദിയിൽ, സൃഷ്ടിയുടെ പദത്തിൽ ആദിയിൽ എന്ന് പറയുന്നത്. അതല്ലാതെ ദൈവത്തിന്റെ ആദിയെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തിരുവചനം എഴുതി തുടങ്ങിയിരിക്കുന്ന ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ള ആദിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു അർത്ഥം. വചനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവാം ദൈവത്തിന്റെ വചനമാണ്, അത് ദൈവത്തോട് കൂടിയായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തി. യേശു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവാം ദൈവം ദൈവമാണെന്ന് നാം സംസാരിക്കുന്നത്, നാം വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നത് തെറ്റല്ല, തികച്ചും സത്യമാണ്. അത് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ കോട്ടിക്കളയുന്നതൊന്നും ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവാം യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ ദൈവമാകുന്നു എന്നുള്ളത് ഇന്ന് ഈ വചന പഠനത്തോടെ നമുക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടി പ്രസ്താവിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ആ വായിച്ചത്. ഞാൻ ഒന്നുകൂടി ആ വചനം വായിക്കുന്നതിന്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ വചനത്താൽ സകലതും ഉളവായി, ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായി എന്നുള്ളത്. അതേക്കുറിച്ച് പിന്നെ തുറന്നു പറയുകയാണ് എന്നുള്ളത്. വചനവും മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്ന ഇരുളും വെളിച്ചവും തമ്മിലുള്ളത്. വെളിച്ചം ഉളവാകട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലൈറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവൻ ഉണ്ടാകട്ടെ. മരണത്തിന്റെ അധികാരിയായ പിശാച് ഇരുളായി നമുക്ക് പാഴ്ശൂന്യമായി തീർന്ന ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ വചനം വെളിച്ചമായി വെളിപ്പെടേണ്ട, വചനം പ്രകാശിക്കുന്ന, ജീവൻ വെളിപ്പെടുന്ന അവന്റെ അനുഭവത്തിലേക്ക് പാഴ്ശൂന്യതയും മാറ്റുവാൻ വേണ്ടി ജീവൻ വെളിപ്പെട്ടു. നമുക്ക് ആദ്യം കാണുന്നത് അല്ലേ? പാഴ്ശൂന്യമായി തീർന്ന ഭൂമിയെ ദൈവം മനോഹരമായി വീണ്ടും പുനഃസൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ആദ്യം ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴ്ശൂന്യമായി തീർന്നു. അതിനെ ജീവൻ കൊടുക്കുവാൻ, ജീവനായിരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി ജീവനായിരിക്കുന്ന വചനം വെളിപ്പെട്ടു. അവിടെ പറയുന്നത് അവൻ ജീവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുക ആ ജീവൻ അതാണ്, വചനമാണ് സകലത്തെയും ഉളവാക്കിയത്. എന്നാൽ അതിൽ ഏറ്റവും പ്രാധാന്യതയുള്ളത് ദൈവം സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ച് മനുഷ്യരുടെ മൂക്കിൽ ഊതി ജീവശ്വാസം കൊടുത്ത് വെളിച്ചമുള്ളവനാക്കി മാറ്റിയ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രാർത്ഥിക്കുന്നത് അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കുന്നു, വെള്ളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇപ്പോൾ ഇവിടെ ഏദനിൽ സംഭവിച്ചത് മനുഷ്യന്റെ പരാജയമായിരുന്നു. അവിടെ വെളിച്ചമായിരുന്ന ദൈവത്തിന്റെ വെളിച്ചം, എന്നാൽ യഥാർത്ഥ സാക്ഷാൽ വെളിച്ചത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ജീവൻ മനുഷ്യ വെളിച്ചമായിരുന്നു, വെളിച്ചമുള്ളിൽ പ്രകാശിച്ചുള്ളൂ, അതിനെ പിടിച്ചടക്കി. സാക്ഷാൽ വെളിച്ചത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ദൈവം മനുഷ്യനെ വെളിച്ചമാക്കി തീർത്ത ആദമും ഹവയും പരാജയപ്പെട്ടു. എന്നാൽ സാക്ഷാൽ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദത്തെയും ഹവയും ആത്മീയ മരണത്തിനകപ്പെടുത്തുവാൻ അന്ന് ഇരുളായിരിക്കുന്ന മരണത്തിന് അധികാരിക്ക് കഴിയുവാൻ കഴിയാത്തത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിയിൽ പത്രോസ് അപ്പോസ്തലൻ ശക്തമായി പറയുകയാണ്, ഇരുളിനെ ഒരിക്കലും സാക്ഷാൽ വെളിച്ചമാകുന്ന ജീവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം ജീവനാക്കി തീർത്ത ആദമുഹവയും പരാജയപ്പെട്ടു. എന്നാൽ സാക്ഷാൽ വെളിച്ചമായിരുന്നവനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികൾ അതിന്റെ 2-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ട് എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയ ദൈവം തന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിനെ അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്ത് വൈശ്രമ വാക്തത്വം പറഞ്ഞിരിക്കുക. അവിടെ പറയുകയാണ്, യേശുവിനെ ഒരിക്കലും പാതാളത്തിൽ വിട്ടുകൊടുക്കുവാൻ ഇടയാക്കുന്നില്ല എന്നാണ് പറയുന്നത്. യേശുവിനെ മരണവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് വളരെ ശക്തിയോടുകൂടി അപ്പോസ്തലൻ പത്രോസ് രേഖപ്പെടുത്തുന്നുണ്ട്. മരണവനെ പിടിച്ചു വെക്കുക എന്നത് സാധ്യമായ കാര്യമാണ്. ഒരിക്കലും മരണത്തിന് പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആദവിനെ ഹവയും മരണത്തിന് പിടിച്ചടക്കാൻ കഴിഞ്ഞു. ആദിയിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന്റെ ആ സമയത്ത് സാധിച്ചെങ്കിൽ ലോകാവസാനത്തിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ പിടിച്ചു വെക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിൽ പറയുന്ന മരണവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം വെളിച്ചമില്ലിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പിടിച്ചടക്കുവാൻ വേണ്ടി ആദത്തെയും ഹവയും പരാജയപ്പെടുത്തി ആത്മമരണത്തിൽ പെടുത്തിയതുപോലെ യേശുവിനെ ജഡത്തിൽ കൊന്ന് അവനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അവൻ തീർന്നുവെന്നാണ് വിചാരിച്ചത്. അവന്റെ ശരീരം കല്ലറക്കുള്ളിൽ വെച്ച് മുദ്ര വെച്ച് അവിടെ വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉയർത്തി നിൽക്കില്ല, മരണം അവനെ പിടിച്ചു വെക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് സാധ്യമായില്ല എന്നാണ് ഈ വചനങ്ങളുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുവിശേഷകനായിരിക്കുന്ന യോഹന്നാൻ എഴുതുമ്പോൾ അവൻ ആരംഭത്തിലേക്ക് പോയി, സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് കടന്നുപോയി പശ്ചാത്തലം ദൈവന് കാണിച്ചു കൊടുത്തു. ഈ മോശയ്യ പഞ്ചഗ്രന്ഥങ്ങൾ രചിച്ച ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രഥമ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അതിൽ വചനമുണ്ടായിരുന്നു, അതിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞതിന്റെ തുടക്കത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം പരിശുദ്ധാത്മാവ് യോഹന്നാൻ എന്ന സുവിശേഷൻ കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തി ദൈവം ആരാന്ന് വെളിപ്പെടുത്താൻ പറഞ്ഞു. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു,
അവൻ ദൈവത്തോട് ദൈവത്തോടെയായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവൻ മുഖാന്തരം ഉളവായി എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിയുടെ ആരംഭമായിരിക്കുന്നു. അതിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഈ പിൻപിൽ പ്രവർത്തിച്ച ക്രിസ്തുവാണെന്ന് യോഹന്നാനെ കൊണ്ട് ദൈവത്തിന്റെ വശമായി എഴുതിപ്പിക്കുക. എന്നിട്ട് പറയുകയാണ്, അവൻ അങ്ങനെ ലോകത്തിൽ വന്നു, അവസാനം അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ വെളിച്ചം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യേശു കാൽവരിയിൽ ഉടയ്ക്കപ്പെട്ടതോടുകൂടിയാണ് വാസ്തവത്തിൽ അവന്റെ ശരീരം ഉടഞ്ഞ് വെളിച്ചം പ്രകാശിതമായി തീർന്നത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അവിടെ പരാജയപ്പെടുകയല്ല ചെയ്തത്. ആ വെളിച്ചം അവന്റെ ജീവിതത്തോട് വെളിപ്പെട്ട് ആ ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ ആ വെളിച്ചമാണ് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു പ്രകാശിതമായി തീർന്നത്. കർത്താവ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നമുക്കറിയാം, കുടത്തിൽ പന്തം കൊണ്ടുപോയി അത് ഗിദെയോനും കൂട്ടരും ഉടച്ചപ്പോൾ പന്തം അത് വെളിപ്പെട്ട് അവിടെ ചെതറി ഓടിപ്പോയതുപോലെ യേശു ക്രിസ്തുവാകുന്ന യഥാർത്ഥமான വചനമാം ശരീരത്തിലുണ്ടായിരുന്ന അത് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ ജീവന്റെ വെളിച്ചമാണ് 2000 വർഷം മുമ്പ് കാൽവരിയിൽ തെളിയിക്കപ്പെട്ടത്. അതിന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തിലേക്കാണ് നാം ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. വെളിച്ചമില്ലിൽ പ്രകാശിക്കുന്നു, ഇരുളോ അവനെ പിടിച്ചടക്കിയില്ല. അപ്പൊ വെളിച്ചമില്ലിൽ പ്രകാശിക്കുന്നു. അത് ഉൽപ്പത്തിയുടെ ആരംഭത്തെങ്കിൽ അത് പ്രകാശിക്കാൻ തുടങ്ങി, അത് മനോഹരമാക്കി തീർക്കാൻ തുടങ്ങി. പുതിയ നിയമത്തിന്റെ ആരംഭത്തെങ്കിൽ ആ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു, വെളിപ്പെട്ടു. അതിന്റെ സാക്ഷ്യം പറയുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചിരുന്നു. സാക്ഷാൽ വെളിച്ചമായിരുന്നവൻ അവന്റെ പ്രവൃത്തിയിലൂടെ വെളിച്ചം വെളിപ്പെടുത്തി, ദൈവത്തിന്റെ വെളിച്ചം ജീവൻ വെളിപ്പെടുത്തി. ക്രൂശിൽ ആ ശരീരമാകുന്ന ആ മന്ദിരം പൊളിഞ്ഞപ്പോൾ, തകർത്തപ്പോൾ അതിൽ ഒളിഞ്ഞിരുന്ന ജീവൻ പ്രകാശമായി വെളിപ്പെട്ടു. അതാണ് സുവിശേഷം. എന്നാൽ അവനെ പിടിച്ചടക്കാൻ വേണ്ടി മരണം പരിശ്രമിച്ചെങ്കിൽ പാതാളത്തിനോ മരണത്തിനോ ഒരു ശക്തികൾക്കോ യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവത്തിന് സകലവും അസാധ്യമാണ്. ഒരു മനുഷ്യർക്കും ഒരു ശക്തിക്കും മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അവരെല്ലാവരും ഒതുക്കി വെച്ചു. പഴയ നിയമത്തിലുള്ള സകല ഭക്തന്മാരെ, വിശുദ്ധന്മാരെ ഒതുക്കി വെച്ചു. എല്ലാവരും പിടിച്ചു വെച്ചു. സകല മനുഷ്യരും മരണത്തിന്റെ പിടിയിലമർന്നു. എന്നാൽ ക്രിസ്തുവിനെ ഒതുക്കുവാൻ പൈശാചിന് കഴിഞ്ഞില്ല. അതാണ് ഇവിടെ പറയുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത് അന്ധകാരം മൂടുവാനിടയത്ത്. പൈശാചികം വിചാരിച്ചു ജയിച്ചെന്ന്. ലോക സാമ്രാജ്യത്വം അന്നത്തെ അന്ധകാര ശക്തികൾ സകലം വിചാരിച്ചു ജയിച്ചെന്ന്. മ്ലാനത അതിനും വ്യാപരിച്ചു. എന്നാൽ യഥാർത്ഥമായി വെളിച്ചം വെളിപ്പെടുകയും 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ അതോടുകൂടി യേശുവിന്റെ മുമ്പിൽ സകലതും മുട്ടുമടക്കുവാനിടയാത്തുന്നു. സർവ നാമത്തിനു മേലായ യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലുകളും മടങ്ങുവാനിടയാത്തുന്നു. പൈശാചികൻ സകല പദ്ധതികളും മുടങ്ങി കൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിച്ചമുള്ളിൽ പ്രകാശിക്കുന്നുള്ളൂ, അതിനെ പിടിച്ചടക്കി. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചം, സാക്ഷാൽ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം, ആ സന്ദേശം ലോകത്തിന്റെ വെളിച്ചമാണ്. അത് ഇരുളിൽ പ്രകാശിക്കുന്നതാണ്. ഇരുൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ വെളിച്ചമായി കർത്താവ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മളെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്തപ്പോൾ നാം ഉയർത്തുന്ന ജ്ഞാനം പ്രാപിച്ചവരായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിനെ അനുഗ്രഹിക്കുക തിരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരുളിൽ പ്രകാശിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തുവിനെ
മരണത്തെങ്കിൽ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. മൂന്നാം നാൾ മരണത്തെ ഉയർത്തെഴുന്നേറ്റു എന്ന് സാക്ഷീകരിച്ചു. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിച്ചങ്ങളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. രാത്രിയിൽ ഈ വചനം ഞാനിവിടെ പ്രാരംഭ 1-ാം അധ്യായം 1 മുതൽ അതിന്റെ 3-5 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവത്തിന്റെ ക്രിസ്തുയേശുവിന്റെ വചനമാകുന്ന വെളിച്ചം ഉള്ളിൽ വീണ ജീവിതമേ, നിന്നെ പിടിച്ചടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പലതുമുണ്ട്. ഇരുളിന്റെ പല വ്യാപാരങ്ങളുമുണ്ട്. രോഗങ്ങൾ, കടഭാരങ്ങൾ, ബാധ്യതകൾ, പ്രയാസങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങളൊക്കെ ഇരുളിന്റെ ശക്തികളാണ്. മരണത്തിന്റെ പാശത്തിന് പോലും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തതാണ് ക്രിസ്തുവിന്റെ വെളിച്ചം. അവന്റെ ജീവൻ, ആ വെളിച്ചമാണ് നമ്മളിൽ ജീവനായി പകർന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് യാത്ര പോകാൻ സാധിക്കണം. അതെ, നമ്മളെ പിടിച്ചു വെക്കുവാനും ഈ ലോകത്തിന്റെ ദൈവത്തിന് കഴിയത്തില്ല. ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ അവന്റെ അതേ ആത്മാവ് നമ്മളെ ഉയർപ്പിക്കും. അതല്ലെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തും. കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇരുളോ അതിനെ പിടിച്ച വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ വേളകൾ യെരുശലേമിലും ദെക്കപ്പോലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വെളിച്ചം കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ നമ്മള് ലൂക്കോസ് സുവിശേഷം വായിക്കുന്നത്, ഇന്നിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അത് പരസ്യമായി പ്രത്യക്ഷപ്പെട്ടു. അവന്റെ 3 വർഷം ശുശ്രൂഷ വെളിച്ചമായിരുന്നു. അനേക ജീവൻ കൊടുത്തു, അനേക നിരാശകൾ അഴിച്ചു, അനേക രോഗബന്ധങ്ങൾ അഴിച്ചു. ഇരുളായിരുന്ന ബന്ധനത്തിലായിരുന്ന അനേകരുടെ ബന്ധനങ്ങളെ അഴിച്ച് യേശു വെളിയിൽ കൊണ്ടുവരെത്തുന്നു. അവസാനമായി യേശു മരിച്ച് അടക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന്റെ ആത്മീയ വെളിച്ചമായി ഇന്നും ഈ രാത്രിയിലും യേശുവിന്റെ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുവാൻ സുവിശേഷത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മളെ ആകർഷിക്കുകയും അതിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിച്ചമാക്കി, നമ്മുടെ ഇരുൾ മാറി വെളിച്ചമാക്കി തീർത്താം. ദൈവസ്നേഹത്തിന് നന്ദി പറയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, അതെ, യേശു എന്നിൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഉറന്ന് പ്രകാശിക്ക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരിച്ചവരായിരുന്ന, നിരാശരായിരുന്ന, ഒരു ലക്ഷ്യമില്ലായിരുന്നു നമ്മളെ ക്രിസ്തുവിന്റെ സന്ദേശമാണ് എഴുന്നേൽപ്പിച്ചത്, ഉയർപ്പിച്ചത്. ആ ക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ ഉയർപ്പിച്ചതുകൊണ്ട് നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമാകുന്ന നമ്മുടെ മേൽ ധാരാളമായി അഭിഷേകത്തിൽ ശക്തി പകരുകയാണ്. വചനത്തിന്റെ പഠനത്തിലൂടെ, വചനചിന്തയിലൂടെ ദൈവാത്മാവ് നമ്മൾ പകരുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാൻ വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ തളർന്നിരിക്കുകയാണെങ്കിൽ, ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ബന്ധനത്തകപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ സന്ദേശം ദൈവവചനത്തിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ്. ഇന്നൊരു സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഈ വചന പഠനത്തെ 1-ാം ക്ലാസ്സിൽ